കഴിഞ്ഞ മാസത്തിൽ ഒരു അവിശ്വാസത്തിലൂടെ എന്നെ കോൺഗ്രസും CPM-ഉം SDPയും ചേർന്ന ഒരു അവിശ്വാസത്തിലൂടെയാണ് എന്നെ പുറത്താക്കിയത്. പത്രവാർത്തയിലൂടെ എല്ലാം ഇവിടുത്തെ നാട്ടിലെ ജനങ്ങൾക്കെല്ലാം ആ കഥകളറിയാം. CCS മുന്നണി എന്നാണ് നമ്മളതിനെ പറയാൻ താല്പര്യപ്പെടുന്നത്. കാര്യം കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, SDP ഈ കരവാരം പഞ്ചായത്തിൽ ഒരു അവിശുദ്ധ കൂട്ടുകെട്ട് രൂപപ്പെട്ടു വരികയാണ്. തീർച്ചയായും ഞാൻ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ കഴിഞ്ഞ 4 വർഷം എങ്ങനെയൊക്കെ ജനങ്ങളുടെ അടുത്ത് ഇടപെട്ടെന്നും എന്തെല്ലാം വികസന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നും പത്രമാധ്യമങ്ങളിലൂടെ മറ്റുള്ള ഒരുപാട് ചാനലിലൂടെ നിങ്ങൾ തന്നെ ചർച്ച ചെയ്തതെല്ലാം നിരവധി ആൾക്കാർക്ക് കണ്ണീരൊപ്പാൻ കഴിഞ്ഞു. ഏറ്റവും താഴെക്കിടയിലുള്ള ആൾക്കാർക്ക് പോലും ഒരു സഹായം എത്തിക്കാൻ കഴിഞ്ഞു. അതാണ് നമ്മളെ ഭരണസമിതിയുടെ ഒരു വിജയം. 4 വർഷം കൊണ്ട് എണ്ണിയാലൊടുങ്ങാത്ത നേട്ടങ്ങൾ നമുക്ക് കരവാരം പഞ്ചായത്തിന് ഒരു ഭരണസമിതിക്കും കാഴ്ചവെക്കാൻ പറ്റാത്ത രീതിയിലുള്ള വികസനങ്ങൾ എല്ലാ വാർഡിലും, അത് പ്രതിപക്ഷമാവട്ടെ ഭരണപക്ഷമാവട്ടെ എല്ലാ വാർഡിലും എനിക്ക് കാഴ്ചവെക്കാൻ പറ്റും. ഒരു വാർഡിനകത്ത് മിനിമം ഒരു 7 റോഡെങ്കിലും ചെയ്യാൻ പറ്റിയൊരു കാലാവസ്ഥയിലാണ് കഴിഞ്ഞ ഈ 4 വർഷം കൊണ്ടുണ്ടായത്. അതിനു മുമ്പുള്ള ഭരണസമിതി നിങ്ങൾ എടുത്തു നോക്കൂ. ഈ ഏകദേശം 30 വർഷം ഭരിച്ച CPM എന്തെങ്കിലും ഇതേപോലെ ഒരു ഭരണസമിതിക്കകത്ത് ഇത്രയും നേട്ടങ്ങൾ കൊണ്ടുവരാൻ, വികസനം കൊണ്ടുവരാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല. അപ്പോൾ വികസനത്തിൻ്റെ കാര്യം പറഞ്ഞ് നമ്മളെ ഒരു കാരണവശാലും പിന്നോട്ടടിക്കാൻ അവർക്ക് സാധ്യമല്ല. തീർച്ചയായും നമ്മുടെ ഒരുപാട് വികസന പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് അനുഭവമാകുന്ന കേന്ദ്ര പദ്ധതികൾ, 100% കുടിവെള്ള പദ്ധതി, അത് സത്യം പറഞ്ഞാൽ നമ്മളെ പഞ്ചായത്തിൽ 3-4 പഞ്ചായത്ത് ചേർന്നിട്ടുള്ള ഒരു പദ്ധതിയാണ്. പക്ഷേ ഈ കരവാരം പഞ്ചായത്തിൽ മാത്രമാണ് അത് 90% പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. വേറെ ഒരു സ്ഥലത്തും പൂർത്തിയാക്കാൻ കഴിഞ്ഞത്. അതിന് നമ്മൾ വെല്ലുവിളിക്കുകയാണ്. മറ്റുള്ള തൊട്ടടുത്തുള്ള മിക്ക സ്ഥലങ്ങളിലും CPM-ൻ്റെ ഭരണസമിതി അവിടെ പോലും അവർക്ക് പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ വെല്ലുവിളിക്കുകയാണ്. ആ അർത്ഥത്തിൽ എന്തുകൊണ്ടാണ് ഇവർ നമ്മളെ ഇതിനെതിരെ, ഈ ഭരണസമിതിക്കെതിരെ ഇത്രയും അവസാന നിമിഷം ഒരു വർഷത്തിൽ താഴെയുള്ള ഒരു അവസരത്തിലാണ് ഈ ഒരു കാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ എന്തുകൊണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ അഴിമതിക്കെതിരെ പോരാടാൻ ഉറച്ചപ്പോഴാണ് കഴിഞ്ഞ 4 വർഷം മുമ്പ് കണ്ടുപിടിച്ച അഴിമതികൾക്കെതിരെ നമ്മൾ വിജിലൻസ് കേസും മറ്റുള്ള കേസുകളുമായി മുന്നോട്ട് പോകാൻ തുടങ്ങിയപ്പോൾ ഇപ്പോൾ മഞ്ചേരി ഒരു സ്ലാട്ടർ ഹൗസ് 1 കോടി രൂപയുടെ അഴിമതി, മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉള്ള ആൾക്കാരുൾപ്പെട്ട ഒരു വൻ കുംഭകോണം എന്ന് തന്നെ പറയാം. 1 കോടി രൂപയുടെ ഒരു സ്ലാട്ടർ ഹൗസ് ഒരു വെറ്റ്ലാൻഡിനകത്ത് ഒരുവിധ നിയമവും പാലിക്കാതെ, ഒരുവിധ സർക്കാർ ഏജൻസികൾ അനുമതിയില്ലാതെ പ്രവർത്തിച്ചു. അപ്പോൾ അതിനെതിരെ വിജിലൻസ് കേസ്, ഓംബുഡ്സ്മാൻ, ഹൈക്കോടതിയിലെ കേസ്, അതേപോലെ തന്നെ നമ്മളെ തൊട്ടടുത്ത് നിങ്ങളെല്ലാം പലതവണ വാർത്ത കൊടുത്ത ഒരു സംഭവമാണ് ഇവിടുത്തെ ആഴാങ്കോണം സ്വിമ്മിംഗ് പൂള്. തീർച്ചയായും അത് തകർന്നു കിടക്കുന്ന അവസ്ഥ. അതെന്തുകൊണ്ട് തകർന്നെന്ന് പറഞ്ഞാൽ അതിനകത്ത് നിർമ്മാണ സമയത്ത് 2014-15 കാലഘട്ടങ്ങളിൽ നിയമിച്ചിരുന്ന ഒരു കോച്ച്, അന്നത്തെ കോച്ചാണ് നമ്മുടെ ഭരണസമിതിയുടെ ഏകദേശം പകുതി വരെയും തുടർന്നത്. നമുക്ക് ഈ ഭരണസമിതി കയറിയ ശേഷം ഈ കോച്ച് തന്നെ തുടർന്ന് വന്നു, സത്യമായ കാര്യമാണ്. അതിനുശേഷം ഒരു പുതിയ കോച്ച് വന്നപ്പോഴാണ് എന്താണ് ഇതിന് ഡിഫാൾട്ട് സംഭവിച്ചതെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ഈ കോച്ചിന് യഥാർത്ഥത്തിൽ ഒരു യോഗ്യതയില്ല. നമ്മൾ വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹത്തിൻ്റെ സർട്ടിഫിക്കറ്റുകൾ എടുത്തപ്പോൾ അദ്ദേഹം ബോയ്സ് ഹൈസ്കൂളിൽ ഒരു സ്വിമ്മിങ്ങിൻ്റെ മത്സരത്തിൽ പങ്കെടുത്ത ഒരു സർട്ടിഫിക്കറ്റ് മാത്രമാണ് അതിനകത്തുള്ളത്. അദ്ദേഹത്തിനെയാണ് നമ്മളെ 1 കോടി രൂപയുള്ള ഒരു പ്രോജക്റ്റിനകത്ത് കൊണ്ടുവന്നിട്ട് വർഷങ്ങളോളം കോച്ചായിട്ട് 10-20,000 രൂപ ശമ്പളം കൊടുത്തിട്ടുണ്ട്. ഫയലെല്ലാം നശിച്ചു പോയ അവസ്ഥയിലാണ്. അപ്പോൾ അത് മെയിൻ്റനൻസ് വെച്ചപ്പോൾ ഇപ്പോൾ മെയിൻ്റനൻസും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. കാര്യം അതിപ്പോൾ വിജിലൻസ് കേസായി. വിജിലൻസ് കേസും തദ്ദേശ സ്വയംഭരണ വകുപ്പ് ഓംബുഡ്സ്മാനിൽ മുൻ പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ ഉൾപ്പെടെ പേര് അതിനകത്തുണ്ട്. അന്നത്തെ ഇൻ്റർവ്യൂ ബോർഡ് അംഗങ്ങൾ ഉൾപ്പെടെ ഉള്ളവർ, അത് പേര് ഞാൻ സ്പെസിഫിക്കായിട്ട് പറയുന്നില്ല, അന്നത്തെ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളും മറ്റുള്ളവരും എല്ലാം അതിൽ പ്രതികളാണ്. തീർച്ചയായും അത് ആ രീതിയിൽ വിജിലൻസ് അന്വേഷണം നടക്കുക. സംരംഭങ്ങൾ തുടങ്ങുക, ഒരു സംരംഭത്തിൻ്റെ ലൈസൻസ് പോലും ഈ കരവാരം പഞ്ചായത്തിനകത്തുനിന്ന് ഈ 4 കോടി രൂപ അല്ലെങ്കിൽ 5 കോടി രൂപയോളം ലോൺ കൊടുത്തിട്ട് ഒരാൾ പോലും ഒരു സംരംഭ ലൈസൻസ് എടുത്തില്ല. അപ്പോൾ എന്താണ് ആ പൈസ തീർച്ചയായും ഒരു തിരിമറി തന്നെയാണ്. അപ്പോൾ അതിനെതിരെ ചോദ്യം ചെയ്തുകൊണ്ട് അതും ഇപ്പോൾ വിജിലൻസ് കേസിലേക്ക് പോയിട്ടുണ്ട്. ഇവരെ നമ്മളെ 2 മെമ്പർമാരെ കൊണ്ടുപോയ കാര്യം പറയുന്നുണ്ട്. 2 മെമ്പർമാരെ നിങ്ങൾ തിരക്കി നോക്കണം, പത്രക്കാർ തിരക്കി നോക്കണം. അതിലെന്ന ഒരു മെമ്പർ എവിടെയാണ് ജോലി ചെയ്യണമെന്ന്. ശിശുക്ഷേമ സമിതിയിൽ വാർഡനായിട്ട് ജോലി ചെയ്യണം. അപ്പോൾ നിങ്ങളത് അന്വേഷിക്കണം. ആയിരക്കണക്കിന് ചെറുപ്പക്കാരും പെൺകുട്ടികളും ഇവിടെ ജോലിക്ക് വേണ്ടി അലഞ്ഞു കിടക്കുമ്പോൾ രാഷ്ട്രീയത്തിലൂടെ കാലുമാറി വന്ന ഒരാൾക്കാണ് ശിശുക്ഷേമ സമിതിയിൽ ജോലി കൊടുത്തിരിക്കുന്നത്. അപ്പം തീർച്ചയായും നിങ്ങളതിനെ ഹൈലൈറ്റ് ചെയ്ത് കൊണ്ടുവരണം. ഇതൊക്കെ കാലുമാറ്റത്തിലൂടെയും കൂറുമാറ്റത്തിലൂടെയൊക്കെ പിടിക്കുന്നവർക്ക് സർക്കാർ ജോലി കൊടുക്കാൻ വേണ്ടി എന്താണ് അവസ്ഥയെന്ന്. ഇന്ന് ഈ ഭരണത്തിനെ അട്ടിമറിച്ചുകൊണ്ട് നമ്മളെ സജീവ് രാജകുമാരി 1-2 വാക്കുകൾ പറഞ്ഞു. SDPയുടെ പിന്തുണ നേടിയിട്ടില്ല. തീർച്ചയായും അദ്ദേഹം SDPയുടെ പിന്തുണ നേടിയിട്ടുണ്ട്. ഇദ്ദേഹത്തിന് നാമനിർദ്ദേശം പത്രിക അദ്ദേഹം നാമനിർദ്ദേശം ചെയ്യപ്പെട്ടപ്പോൾ അതിനെ പിന്താങ്ങിയത് തീർച്ചയായും SDPയുടെ ഒരു മെമ്പറാണ്. ഈ 9 മെമ്പർമാർ വന്നതുകൊണ്ട് മാത്രമാണ് ഇന്ന് തിരഞ്ഞെടുപ്പ് നടത്താൻ കഴിഞ്ഞത്. അല്ലെങ്കിൽ 7 മെമ്പറായിരുന്നെങ്കിൽ ഇന്ന്
മെമ്പർ പ്രസിഡന്റിനെ തിരഞ്ഞെടുക്കാൻ പറ്റൂല. നമ്മൾ ഉജ്ജ്വലമായി 9 പേര് ഭരിച്ചിരുന്ന ഒരു ഭരണസമിതി തീർച്ചയായും ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അത് ഭൂരിപക്ഷം ഇല്ലാതായപ്പോൾ തീർച്ചയായും നമ്മൾ പ്രതിപക്ഷത്തിരിക്കേണ്ട ധർമ്മമുണ്ട്. തീർച്ചയായും ആ ധർമ്മം തന്നെയാണ് നമ്മൾ പാലിക്കുന്നത്. ഇപ്പോൾ 20 സീറ്റായെങ്കിൽ തീർച്ചയായും 12-13 സീറ്റ് അടുത്ത തവണ പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ തിരിച്ചു വരും. എനിക്ക് നല്ല ഉറപ്പുണ്ട്. ഇതിനു മുമ്പ് തന്നെ ആരെങ്കിലും വിചാരിച്ചോ BJP കരവാരത്ത് വരും? നമുക്ക് ഉറപ്പുണ്ടായിരുന്നു BJP അതേ സ്ഥിതിയിലേക്ക് CPM ഇവിടെ നിന്ന് ഇപ്പം കിട്ടിയതിനേക്കാൾ സീറ്റുകൾ നഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും തിരിച്ച് അവരെ മെമ്പർമാർ ഇവിടെ എത്താൻ പോകുന്നത്. മുൻ ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് അദ്ദേഹം എന്ന് പറയുന്നതായിട്ട് ഇനി സമയമില്ല, പദ്ധതിയൊന്നും നടപ്പിലാക്കാനുള്ള സമയമില്ല, പദ്ധതിയൊന്നും നടപ്പിലാവാൻ പറ്റത്തില്ല, ഇനി ഒന്നും ചെയ്യാനുള്ള സമയം. അദ്ദേഹം മറിച്ചിട്ടപ്പോൾ ആലോചിക്കണമായിരുന്നു. കരവാരത്ത് നല്ലതുപോലെ ഭരിച്ചുകൊണ്ടിരുന്ന ഒരു ഭരണസമിതിയെ മറിച്ചിട്ടപ്പോൾ അദ്ദേഹം അന്ന് ആലോചിച്ചില്ല. ഇങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, സംസ്ഥാന സർക്കാരിന് ഫണ്ടില്ലാത്ത അവസ്ഥയുണ്ട്, മറ്റുള്ള കാര്യങ്ങൾ. അദ്ദേഹം ഇന്ന് പറയുന്നു ഇനി ഒന്നും നടക്കത്തില്ല, ഇനി അടുത്ത പുതിയ തെരഞ്ഞെടുപ്പിൽ നമ്മളെ തിരഞ്ഞെടുത്താൽ മാത്രമേ നടക്കത്തുള്ളൂ. അതെന്ത് വിരോധാഭാസമാണ്. ഈ പാർട്ടി തീർച്ചയായും നമ്മളെ ജില്ലാ പ്രസിഡന്റ് VV രാജേഷ് ശക്തമായ നേതൃത്വമാണ് നമുക്ക് തരുന്നത്. അദ്ദേഹത്തിൻ്റെ ഓരോ വാക്കുകളും അനുസരിച്ചാണ് നമ്മളെ കരവാരം പഞ്ചായത്തിൻ്റെ ഭരണം മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. തീർച്ചയായും ഇനിയും അടുത്ത തെരഞ്ഞെടുപ്പിന് ഇതേപോലെ ശക്തിയായിട്ട് BJP തിരിച്ചു വരിക തന്നെ, അതിൽ ഒരാശങ്കയ്ക്കും വകയില്ല. നമ്മൾ തീർച്ചയായും ഇതേപോലെ തന്നെ തിരിച്ചു വരുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അപ്പോൾ ഇവിടെ നടന്നിരിക്കുന്നത് കരവാരം ഗ്രാമപഞ്ചായത്തെ സംബന്ധിച്ചോളം അവിടെ CPM-ന്റെ 4 മെമ്പർമാരും CPI-യുടെ 2 മെമ്പർമാരും ജനതാളിൻ്റെ 1 മെമ്പർ മാത്രമാണുള്ളത്. ഇവിടെ ജനതാളിൻ്റെ പ്രസിഡന്റാണ് ഇവിടെ ഇന്ന് അധികാരമായിട്ട് പ്രസിഡന്റ് സ്ഥാനത്തിലേക്ക് അധികാരമേറ്റിരിക്കുന്നത്. ഇവിടെ CPM അല്ല. അപ്പോൾ CPM പിന്താങ്ങിക്കൊണ്ട് STPI-യുടെ വോട്ട് പിന്താങ്ങി STPI-യുടെ സഹായത്തോടു കൂടി ആണ് ഇന്നിപ്പോൾ ജനതാളാണ് പ്രസിഡന്റ് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുകയാണ്. ഇവർക്ക് നാണമില്ലേ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. ഒരു CPM-ന്റെ 1 മെമ്പറെ അവർക്ക് പ്രസിഡന്റാക്കാൻ ഈ കരവാരം ഗ്രാമപഞ്ചായത്തിൽ കഴിഞ്ഞിട്ടില്ല എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യം. അവരുടെ ഏറ്റവും നാണം കെട്ട ഇവരുടെ കൂട്ടുകെട്ടിന്റെ ഏറ്റവും വലിയ സൂചനയാണ് STPI, കോൺഗ്രസ്, CPM കൂട്ടുകെട്ടും അതുപോലെ ജനതാൾ എന്ന് പറയുന്ന അദ്ദേഹത്തെ തീർച്ചയായിട്ടും മെമ്പറെ തീർച്ചയായിട്ടും ഇവിടെ പ്രസിഡന്റ് ആക്കിയിരിക്കണം. പൈസകൾ വാരി എറിഞ്ഞുകൊണ്ട് ഒരുപക്ഷെ ഇതിനെ അട്ടിമറിക്കാൻ വേണ്ടി നേരത്തെ തന്നെ 2021 ഈ ഭരണം വന്നപ്പോൾ തന്നെ നമുക്കറിയാം മുൻ പഞ്ചായത്തിന്റെ പ്രസിഡന്റായിട്ടുള്ള അദ്ദേഹം നിരന്തരം ഈ പഞ്ചായത്തിൽ ആക്രമണം അഴിച്ചുവിട്ടുകൊണ്ടിരുന്നു. അവസാനം നിങ്ങൾക്കറിയാം, ഞങ്ങളെ ആക്രമിക്കാൻ പ്രസിഡന്റിനെ ആക്രമിച്ചു എന്നുള്ളത് നിങ്ങൾക്കെല്ലാം അറിയാം. അവരുടെ ഒരു ഗുണ്ടാ സംഘം തന്നെ വന്ന് പ്രസിഡന്റിനെ ആക്രമിക്കുകയാണ് ഉണ്ടായത്. ഈ വൈസ് പ്രസിഡന്റ് ഉൾപ്പെടെ ഉണ്ടായിരുന്നു. അതിനെതിരെ FIR ഇട്ട് കേസെടുത്തിട്ടുണ്ട്. നമ്മൾ പഞ്ചായത്തിനെ സംബന്ധിച്ചോളം നമുക്കറിയാം, ഇലക്ട്രിസിറ്റി എന്ന് പറയുന്നത് ഒന്ന് ഓഫായാൽ അവിടെ ഉദ്യോഗസ്ഥർക്ക് ജോലി ചെയ്യാൻ ഒരു തരമില്ലായിരുന്നു. അത്രയ്ക്ക് ഒരു ജനറേറ്റർ പോലെ സംവിധാനം ഒരുക്കി കൊടുത്തിട്ടില്ല. 40 വർഷം ഭരിച്ച ഒരു CPM-ന്റെ കഥയാണ് ഞാൻ പറയുന്നത്. അവിടെ ഞങ്ങൾ എത്തിയതിനു ശേഷമാണ് 14 ലക്ഷം രൂപ മുടക്കി ഒരു ജനറേറ്റർ അടിയന്തരമായിട്ട് ആ പഞ്ചായത്തിലെ പ്രവർത്തനം സുഗമമായി നടക്കാൻ വേണ്ടി ഞങ്ങൾ ജനറേറ്റർ എത്തിച്ചു. ആ മാർക്കറ്റ് നമ്മൾ നവീകരിച്ചു, ശുദ്ധീകരിച്ചുകൊണ്ട് ആ മാർക്കറ്റ് ലേലം കൊടുത്തുകൊണ്ട് സുന്ദരമായ രീതിയിൽ അതിൻ്റെ പ്രവർത്തനം മുന്നോട്ട് പോയി. ഞങ്ങളെ ഇറക്കുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം. അവർക്ക് ഒരുപക്ഷെ ഭൂരിപക്ഷമില്ലായിരുന്നു. തീർച്ചയായിട്ടും ഇന്ന് അവർ അതിനുവേണ്ടി ആഘോഷത്തെ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെ നമ്മൾ പറഞ്ഞില്ല, ഇതുപോലുള്ള രീതിയിൽ സമ്മർദ്ദത്തിലാക്കുകയും ആക്രമിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയതിന് അവസാന ഘട്ടത്തിലാണ് ഇവരിപ്പോൾ ചെയ്തിരിക്കുന്നത് STPI-യും കോൺഗ്രസിനെയും എല്ലാം കൂട്ടുപിടിച്ചുകൊണ്ട് അവിശ്വാസം കൊണ്ടുവന്നു. 2010, 2015, 2015-20 ഇവിടെ CPM അല്ലേ ഭരിച്ചത് ഈ കരവാരം പഞ്ചായത്ത്. ഇദ്ദേഹം 2015 കാലഘട്ടം 2010-15 കാലഘട്ടത്തിൽ ഇദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നില്ലേ? ഇദ്ദേഹം ഭരിച്ചില്ലേ? എന്നിട്ട് അതിനുശേഷം 15-20 ഘട്ടങ്ങളിലും ഇവിടെ വന്നിരിക്കുന്ന ആരാണ്? CPM അല്ലേ വന്നിരിക്കുന്നത്. ഇവർക്ക് ഇതെല്ലാം ചെയ്തുകൂടെ? ഞങ്ങൾ വന്നപ്പോൾ ഇതിന്റെ എല്ലാം പ്രതിനിധിത്വം ഏറ്റെടുക്കണം. കാര്യം ഈ അഴിമതിരെ ഒരു കാരണവശാലും ഞങ്ങൾ ആ രീതിയിലുള്ള പദ്ധതി കൊണ്ടുവരാൻ മിടുക്കന്മാരാണ്. ഒരെണ്ണം നടക്കില്ല. പദ്ധതി കൊണ്ടുവരിക, അതിൽ നിന്ന് അടിച്ചു മാറ്റുക, ഇതും നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഞങ്ങൾ പറയുന്ന കാര്യങ്ങൾ ഒന്ന് സ്റ്റാർട്ട് ഹൗസും അതുപോലെ തന്നെ നമുക്കറിയാം സ്വിമ്മിംഗ് പൂള്, ഞാറക്കാട്ടുകുളയിലെ നെല്ലൂത്ത് കേന്ദ്രം, പിന്നോക്ക കോർപ്പറേഷൻ്റെ ഇത് ഞങ്ങൾ 2021 വന്നപ്പോഴും ഞങ്ങൾ ഒരിക്കലും വരുമെന്ന് അവർ പ്രതീക്ഷിച്ചില്ല. അവർ വെച്ചിരുന്നു ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. നിങ്ങൾ അത് അറിയണം. അത് വെച്ചാണ് 1 കോടി രൂപ. എന്താണ് ഞങ്ങൾ അധികാരി വരുന്നത്? അടുത്ത കയറി വരുമ്പോൾ വേണ്ട 1 കോടി. അതാണ് ഞാൻ പറഞ്ഞത്. അതാണ് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി എന്ന് വെച്ചാൽ വാമനാപുരം നദിയെ പറ്റി നിങ്ങൾക്കറിയാം. ഉണക്ക് കാലത്ത് ഒരു തുള്ളി വെള്ളം പോലും കാണൂല. അവിടെ നിന്ന് വെള്ളം എടുത്ത് ഇവിടെ കൊണ്ട് ശേഖരിച്ച് കൊടുക്കുന്ന ഒരു പദ്ധതിയാണ് ഇവർ അവർ പല രീതിയിൽ ഇപ്പോൾ പറയുന്നത് ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി. നിങ്ങളൊന്ന് ആലോചിക്കുക, 1 കോടി രൂപ ഞങ്ങളത് കൊണ്ടുവന്നില്ല. ഞങ്ങളെ സമ്മർദ്ദത്തിലാക്കാൻ വന്നു. ഞാനും പ്രസിഡന്റ് ഉൾപ്പെടെ ഞങ്ങൾ പോയി ഇത് വേണ്ടപ്പെട്ട ഉദ്യോഗസ്ഥരെ കണ്ടു. അവർ ഞങ്ങളുടെ കാര്യം തിരക്കി. എന്തുകൊണ്ട്? ഞങ്ങൾ പറഞ്ഞു, സാറേ ഇത് വാമനാപുരം നദിയിൽ ഉണക്കായ ഒരു തുള്ളി വെള്ളമില്ല. ഇവിടെ നിന്ന് വെള്ളം ശേഖരിച്ചു കൊണ്ടുവന്ന് ഇവിടെ എങ്ങനെയാണ് ഈ പദ്ധതി നടക്കാൻ? ഈ പദ്ധതി പൈസ 1 കോടി രൂപ ഡെഡ് ആണെന്ന് ഞങ്ങൾ പറഞ്ഞു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ
ഒരു രൂപ പോലും നഷ്ടപ്പെടാതെ അത് നമുക്ക് ഏതിലേക്ക് തന്നു? നമ്മൾ ജൽജീവൻ പദ്ധതിയിലേക്ക് 1 കോടി രൂപ വന്നു. ആ പദ്ധതി ഇവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞാൽ 1 കോടി രൂപ നഷ്ടപ്പെടുന്നതാണ്. നിങ്ങൾ മനസ്സിലാക്കണം, 1 കോടി രൂപ നിങ്ങൾ തീർക്കണം. ജൽജീവൻ പദ്ധതിയിലേക്ക് അവർ മാറ്റിവെച്ച് നമുക്ക് തന്നിരിക്കണം. 1 രൂപ നമ്മൾ പാഴിക്കളഞ്ഞില്ല. ഒരു കാര്യത്തിൽ പോലും 1 രൂപ ഞങ്ങൾ പാഴിക്കളഞ്ഞിട്ടില്ല. ചെയ്തിരുന്ന കാര്യങ്ങൾ കൃത്യമായി തന്നെ സാധാരണക്കാരന് വേണ്ടി പ്രവർത്തിച്ച ഭരണമാണ് 4 വർഷം കൃത്യമായി കൊണ്ടു. ഞങ്ങളെ ഭരണത്തെ എങ്ങനെ ഇറക്കുക? ഇങ്ങനെ ഒരു ഭരണം പോയാൽ കരവാരം ഗ്രാമപഞ്ചായത്തിൽ വീണ്ടും അടുത്ത ഉപതെരഞ്ഞെടുപ്പിൽ, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ആരധികാരത്തിൽ വരും? BJP വരുമെന്ന് കൃത്യമായി അവർക്കറിയാം. എങ്ങനെ നമ്മൾ അഴിമതി എന്ന് പറഞ്ഞു കൊടുക്കുക? ഇവർക്ക് ഒരു അഴിമതി തെളിയിക്കാൻ പറ്റിയിട്ടുണ്ട്. ഞങ്ങൾ അവർ കയറി ഇതായിരിക്കുന്നു, ഇന്ന് കയറി ഞങ്ങൾക്കെതിരെ അഴിമതി അവർ കൊണ്ടുവരട്ടെ. തെരഞ്ഞെടുപ്പ് നടന്നത് പോലും ഞങ്ങൾക്ക് വ്യക്തമറിയാം. സാമ്പത്തികമായി അവിടെ ഇറക്കി. അതിന്റെ ലക്ഷ്യം അദ്ദേഹത്തിന് ഒരു പ്രസിഡന്റ് സ്ഥാനം വരണം. ആ പ്രസിഡന്റ് സ്ഥാനം കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടതുകൊണ്ടാണ് LDF-ഉം ഇവിടെ അവർക്ക് വേണ്ടി ജനതാളിന് വേണ്ടി പിന്താങ്ങേണ്ടി വന്നു. അവിടെ ജനതാളിന്റെ പ്രസിഡന്റാണ് ഇപ്പോൾ ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് അറിയണം, നാണം കെട്ട ഒരു ഇതല്ലേ. STPയുടെ വോട്ട് മേടിച്ച് LDF-ന് ഒരു പ്രസിഡന്റ് പോലും ഇല്ലാതെ ഒരു ജനതാളിന്റെ പ്രസിഡന്റ് ആക്കാൻ നാണമില്ലേ എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ചോദിക്കുന്നത്. ഞങ്ങൾ ഭരിക്കുന്നെങ്കിൽ അന്തസ്സായിട്ട് ഭരിക്കും. 10 ദിവസം അല്ലാതെ ഒരുത്തന്റെ അവസാനമായിക്കൊണ്ട് നമ്മൾ ഭരിക്കൂല. ഞങ്ങൾ കൃത്യമായി ഭാരതീയ ജനതാ പാർട്ടിയാണ്. ഞങ്ങളെ അജണ്ടയുണ്ട്. നമുക്ക് അറിയാം, ഇവിടുത്തെ ഒരു വ്യവസായ പ്രമുഖരാണെന്ന് പ്രസിഡന്റായി പഞ്ചായത്തിൽ ഭരണത്തിൽ വന്നിരിക്കുന്നത്. പോപ്പുലർ ഫ്രണ്ടിൻ്റെയും STPയുടെയും വലിയ സാമ്പത്തിക സ്രോതസ്സിൻ്റെ ഫണ്ടിങ്ങിൻ്റെ ഒരു ദല്ലാൾ ഗ്രൂപ്പ് തന്നെയാണ് ഈ ബിസിനസ് ഗ്രൂപ്പ്. അത് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ്. ആ ബിസിനസ് ഡീലിൻ്റെ ഭാഗമായിട്ടാണ് കരവാരത്ത് ഇത്തരത്തിൽ ഒരു ഭരണമാറ്റത്തിന് വേണ്ടിയുള്ള ഒരു നേതൃത്വം ഇവർ കൊടുത്തു എന്ന് തന്നെ വിചാരിക്കേണ്ടിയിരിക്കുന്നു. കാരണം കോൺഗ്രസും അതുപോലെ STPയും ചേർന്നുകൊണ്ട് BJPയുടെ വളരെ അഴിമതിരഹിതമായി ഈ പഞ്ചായത്തിൽ നടന്നുകൊണ്ടിരുന്ന ഭരണത്തെ അട്ടിമറിച്ചിരിക്കുന്ന ഒരു കാഴ്ച ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കഴിഞ്ഞ 4 വർഷക്കാലം അഴിമതിരഹിതമായി ഈ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടി എല്ലാ പദ്ധതികളും അഴിമതിരഹിതമായി ഈ പഞ്ചായത്തിൽ വളരെ വർഷം ഈ പഞ്ചായത്ത് ഭരിച്ച LDF-ന് അവകാശപ്പെടാൻ കഴിയാത്ത തരത്തിലുള്ള ഒരു അഴിമതിരഹിതമായ ഭരണമാണ് BJPയുടെ മുന്നണി ഇവിടെ ഭരണം കാഴ്ചവെച്ചത്. ആ ഭരണത്തെ സാമ്പത്തിക ശക്തി ഉപയോഗിച്ചുകൊണ്ട് അട്ടിമറിച്ച വളരെ പരിതാപകരമായ രാഷ്ട്രീയ നീക്കമാണ് CPM-ൻ്റെ ഭാഗത്തു നിന്ന് ഈ നീക്കത്തിൽ ഉണ്ടായിരിക്കുന്നത്.